ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ റോസാപ്പൂതേ കണ്ട പറയട്ടെ. ഈ ഇതുപോലത്തെ റോസാപ്പൂവിൻ്റെ കഥ അറിയോ? എന്താണെന്നറിയോ പറയട്ടെ? അതായത് ഞാനും എൻ്റെ കൂട്ടുകാരും കൂടിയിട്ട് ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തേ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ട്യൂഷന് പോവാ. അപ്പോൾ ഒരുപാട് ദൂരം പോവാണ്ട് ട്യൂഷനിലേക്ക്. ഞങ്ങൾ അവിടെ നിന്ന് രാവിലെ ഒരു 6 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. ഒരു അരമണിക്കൂർ നടക്കാണ്ട്. അപ്പം ഞങ്ങൾ നടന്ന് അരമണിക്കൂറിനേക്കാളും കൂടുതലുണ്ട് നടക്കാൻ. എന്നിട്ട് പോയേട്ടാ. അപ്പോൾ ഒരു അരമണിക്കൂറോളം നടക്കാനുള്ള സ്ഥലമുണ്ടേ. അങ്ങനെ ഞങ്ങള് പോയി കഴിഞ്ഞിട്ട് എന്നും മതി കൂടെ പോകുമ്പോ വേണ്ട, എനിക്ക് വേണ്ട. അങ്ങനെ ഞങ്ങള് ഡെയിലി ഇങ്ങനെ പോകുമ്പോ ഇവിടെ ഈ വീട്ടിലത്തെ പൂക്കൾ ഇങ്ങനെ കാണൂട്ടാ. ഒരു വലിയ വീടാണ്. അവരുടെ വീട്ടിലാണെങ്കിൽ മതിലൊക്കെ കെട്ടിയിട്ട് നിറയെ റോസാപ്പൂക്കള് ഉണ്ട്. നിറയെ ചെടികളും റോസാപ്പൂക്കളും പലതരത്തിലുള്ള റോസാപ്പൂക്കളൊക്കെ ഉണ്ട് കേട്ടാ. കേക്കണ്ടാ? അങ്ങനെ ഞങ്ങളിത് പറഞ്ഞിട്ട് പോട്ടാ. നല്ല ഭംഗിയുണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് പോവും. പക്ഷെ ഞങ്ങള് ഒരെണ്ണം പോലും ഞങ്ങൾ അവിടെ നിന്ന് പൊട്ടിച്ചിട്ടില്ല. പക്ഷെ ഒരു ദിവസം ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോൾ ഞങ്ങളുടെ മണിമാഷ് ഞങ്ങളോട് പറഞ്ഞു, വില്ലന്നൂരിൽ നിന്ന് വരുന്ന കുട്ടികൾ എണീറ്റ് നിന്നേന്ന് പറഞ്ഞു ഞങ്ങളുടെ അടുത്ത്. അപ്പോൾ വില്ലന്നൂരിൽ നിന്ന് വരുന്ന ഞങ്ങളല്ലേ. അപ്പം ഞങ്ങൾ രണ്ടാളും എണീറ്റ് നിന്നു. എന്നിട്ട് പറഞ്ഞു, എന്തിനാണ് അവിടുന്ന് പൂവ് പൊട്ടിച്ച് ചോദിച്ചു ഞങ്ങളുടെ അടുത്ത്. അപ്പം ഞാനും സൗദിയും ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് ആകെ ഇതായി. കാരണം ഞങ്ങൾ പൂവ് പൊട്ടിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ പൊട്ടിച്ചിട്ടില്ല മാഷേന്ന് പറഞ്ഞു. അപ്പോൾ മാഷ് പറഞ്ഞു, നിങ്ങൾ പൊട്ടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ വീട്ടുകാർ ഇവിടെ വന്നിട്ട് കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളാണ് പൂവ് പൊട്ടിച്ചതെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ പൊട്ടിച്ചിട്ടില്ല മാഷ്, ഞങ്ങൾ പൂവ് പൊട്ടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ മാഷ് പറഞ്ഞു, ഇനി അങ്ങനെ ചെയ്യരുത് കേട്ടാന്ന് പറഞ്ഞ് ഞങ്ങളെ രണ്ടാളെയും ചൂരിലുകൊണ്ട് അടിച്ചു, കയ്യിൽ അടിച്ചു. അത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി പോയേട്ടാ. എന്താ കാരണം എന്നറിയോ? ഞങ്ങൾ ആ പൂവ് പൊട്ടിച്ചിട്ടില്ല. ഞങ്ങൾ ചെയ്യാത്ത കുറ്റത്തിനല്ലേ ഞങ്ങളെ മാഷ് ശിക്ഷിച്ചത്. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. അപ്പോൾ ഇന്ന് എനിക്കത് ഭയങ്കര വിഷമമാണ്. അങ്ങനെ ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാ ഞങ്ങളടിച്ചേ? ഞങ്ങളത് ചെയ്തിട്ടില്ല എന്നും പറഞ്ഞിട്ട് ഞങ്ങളെ വിശ്വസിച്ചില്ലല്ലോ, ഞങ്ങളടിച്ചില്ലേ. എന്നിട്ട് ഞങ്ങൾ രണ്ടാളും ട്യൂഷൻ കഴിഞ്ഞിട്ട് വന്നിട്ട് ഞങ്ങൾ ഇരുന്ന് കരയുക. എന്നാലും മണിമാഷ നമ്മളെ വിശ്വസിച്ചില്ലല്ലോ, അവരെ വീട്ടുകാരെ വർത്താനം കേട്ടിട്ട് നമ്മളെ തല്ലിയില്ലേ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി പോയേട്ടാ. പൂ പൊട്ടിച്ചത് ആരാന്ന് ഇതുവരെയായിട്ടും മനസ്സിലായിട്ടില്ല. പക്ഷെ ഞങ്ങളത് ചെയ്തിട്ടില്ല. കാരണം ഞങ്ങള് എന്നും പറയാണ്ട് നല്ല ഭംഗിയുണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോവും. ഞങ്ങള് ചെറിയ കുട്ടികളല്ലേ, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളല്ലേ. അപ്പൊ ഞങ്ങള് പൂ പൊട്ടിച്ചിട്ടില്ല. പക്ഷെ ആരോ അത് പൊട്ടിച്ചു, അതിന്റെ കുറ്റം ഞങ്ങളുടെ തലയിൽ വന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് ഭയങ്കര ഒരു ഫീലിങ്സ് ആണ്. അങ്ങനെ അപ്പൊ ടാറ്റ, ബൈ ബൈ, സീ യു, താങ്ക് യു.